ഗൈസ്, എന്താണ് ബംഗ്ലാദേശ് സംഭവിച്ചത്? നമ്മുടെ ഇന്ത്യയുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകുന്ന രാജ്യമാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിസ്സാര ദിവസമായുള്ളൂ, രാജിവെക്കുന്നു, നാട് വിടുന്നു, ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത്? ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി കുറവാണ് അവിടെ ഉള്ള ആൾക്കാർക്ക്. അപ്പൊ ഈ അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന് നിന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് ഷേഖ് ഹസീനയുടെ ഫാദർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവരുടെ മക്കൾക്കും ജോലി കൊടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഈ ഷേഖ് ഹസീന ഇപ്പോ റീസെന്റ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അവിടെ വന്ന് പറയാണ് ഇവരുടെ മക്കളുടെ മക്കൾക്കും ജോലി കൊടുക്കാം. ഓൾറെഡി ജോലി അവിടെ കുറവാണ്, ജോലിയില്ലാത്ത ആൾക്കാർ ഒട്ടനവധിയാണ്. ഈ ഒരു ഇതും കൂടെ കേട്ട സമയത്താണ് അവിടെയുള്ള സ്റ്റുഡൻസും എല്ലാവരും പ്രതിഷേധത്തിൽ വന്നത്. ഈ പ്രതിഷേധക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ കൊണ്ട് വലിയ രീതിയിൽ അടിച്ചോടിക്കുകയാണ്. അതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്കും 100-200 ആൾക്കാർ മരിക്കാനും ഇത്രയും വലിയൊരു കലാപത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാളം ഇടപെടുകയും പട്ടാളം ഷേഖ് ഹസീനയോട് രാജിവെക്കാൻ പറയുകയും അതേപോലെ പട്ടാളമാണ് ഇപ്പോൾ അവിടെ ഏറ്റെടുക്കുന്നത്. അവർ താൽക്കാലികത്തേക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.